ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷകരെ, പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നിത്യജീവൻ ശുശ്രൂഷകർക്ക് സ്നേഹത്തോടെ അച്ഛൻ നേരുകയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിനായിട്ട് നമ്മൾ ഏറ്റവും ഭക്തിയോടെ 8 നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിയവരാണ്. ദൈവത്തിന് വലിയൊരു കൃപാവരം നമ്മിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ നമുക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ വലിയ ഒരു സാന്നിധ്യമാണ്. ദൈവം ഭൂമിയിൽ വസിക്കാൻ തിരഞ്ഞെടുത്ത ഒരു വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്താണ് തിരുസഭ മാതാവ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിനൊരുങ്ങുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത്? സൃഷ്ടാവായ ദൈവം തൻ്റെ സകല സൃഷ്ടികളിലും വെച്ച് ഏറ്റവും പരിശുദ്ധമായി മറിയത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറഞ്ഞിരുന്നത്, ഇത് മറിയം ലോകരക്ഷകന്റെ മാതാവായി തീരുന്നതിനും അതുപോലെ സകല മനുഷ്യരുടെയും ആത്മീയ മാതാവായി തീരുന്നതിനും വേണ്ടി ഉള്ള പദ്ധതിയാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഭ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം, സൃഷ്ടാവായ ദൈവം തൻ്റെ സകല സൃഷ്ടികളിലും വെച്ച് ഏറ്റവും പരിശുദ്ധയായി മറിയത്തെ സൃഷ്ടിച്ചുവെന്ന ഒരു കാര്യമാണ്. അതിനൊരു കാരണം, തൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിന് ജന്മം കൊടുക്കാനുള്ള സ്ഥലം പരിശുദ്ധമായിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇത് മറിയം ലോകരക്ഷകന്റെ മാതാവായി തീരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ലോകരക്ഷ കൈവരുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. അങ്ങനെയെങ്കിൽ ഈ രക്ഷാകര ചരിത്രം സംഭവിക്കേണ്ടത് ജീവചരിത്രത്തിൽ തന്നെ വിശുദ്ധമായി പവിത്രമായി നടന്നു നീങ്ങപ്പെട്ട ഒരു വ്യക്തിയിലൂടെ മാത്രമാണ്. അതുപോലെ സകല മനുഷ്യരുടെയും ആത്മീയ മാതാവായി ദൈവം ഈ അമ്മയെ യേശുവിലൂടെ നമുക്ക് നൽകുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അറിയണം സഭ എങ്ങനെയാണ് ഈ ചരിത്രത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തീർച്ചയായിട്ടും സഭയുടെ കലണ്ടറിൽ, തിരുസഭയുടെ കലണ്ടറിൽ 3 വ്യക്തിത്വങ്ങളുടെ തിരുനാളുകൾ മാത്രമാണ് ജന്മ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. എല്ലാ വിശുദ്ധരുടെയും തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് ഒന്നെങ്കിൽ മരണദിനം ആണ് ആഘോഷിക്കുക, അല്ലെങ്കിൽ സഭ നിയതമായ രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ദിവസം. എന്നാൽ 3 വ്യക്തികളുടെ മാത്രം, തിരുസഭയിൽ 3 വ്യക്തികളുടെ മാത്രം ജന്മ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ ജന്മ തിരുനാൾ ഡിസംബർ 25-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നു. അതുപോലെ മറ്റൊരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ജൂൺ 24-ാം തീയതി തിരുസഭ മാതാവിൻ്റെ കലണ്ടറിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. മറ്റൊരു തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാൾ. ഈ 3 ജന്മങ്ങളും പ്രത്യേകിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, യേശു പാപരഹിതനായി ജനിച്ച ഒരു വ്യക്തിയാണ്. ജന്മപാപമില്ലാതെ ജനിക്കപ്പെട്ട യേശുവും അതുപോലെ പരിശുദ്ധ അമ്മയും ജന്മപാപമില്ലാതെ ജനിക്കപ്പെട്ടവളാണ്. ഇനി സ്നാപക യോഹന്നാൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ, അമ്മയുടെ ഉദരത്തിൽ ജന്മപാപം ഉണ്ടായിരുന്ന സ്നാപക യോഹന്നാനെ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോയെ ഗർഭം ധരിച്ച് എലിസബത്തിൻ്റെ അടുത്ത് പോയി സന്ദർശിക്കുന്ന വേളയിൽ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് ജന്മം കൊണ്ടവനാണ് സ്നാപക യോഹന്നാൻ. അങ്ങനെ ഈ 3 ജന്മങ്ങളും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജന്മപാപമില്ലാതെ ശുദ്ധീകരിക്കപ്പെട്ട് സഭയിൽ ജന്മം കൊണ്ടവരാണെന്ന് തിരുസഭ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു വെളിച്ചത്തിലാണ് ഈ 3 ജന്മങ്ങളും ജനിച്ച ഈ ജന്മദിവസം നമ്മൾ തിരുസഭയിൽ ഏറ്റവും വലിയ തിരുനാളുകളായിട്ട് ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ, ഈ 3 കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക. ഒന്ന്, ജന്മപാപമില്ലാതെ ഈശോ ദൈവപുത്രൻ ജനിക്കപ്പെട്ടു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ജന്മപാപമില്ലാതെ ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടു. ഈ 2 പേരുടെയും ജന്മത്തിന് ശേഷം യോഹന്നാൻ്റെ ജനനത്തിൽ പരിശുദ്ധ അമ്മയ്ക്കയുടെ സാന്നിധ്യം വലിയൊരു കൃപയാണ്. ഈ മുൻപ് ജനിക്കപ്പെട്ട 2 ജന്മപാപമില്ലാത്ത വ്യക്തിത്വങ്ങൾ, അല്ലെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവും പരിശുദ്ധ അമ്മയുടെയും സന്ദർശന സമയത്ത് യോഹന്നാൻ എന്നവൻ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് ജന്മപാപത്തിൻ്റെ സകല കറകളും എടുത്തു മാറ്റി ജന്മം കൊണ്ടവരാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മാമോദീസ വഴിയാണ് ജന്മപാപത്തിൻ്റെ കറ, ജനിച്ചതിന് ശേഷം സഭയുടെ മാമോദീസയിലൂടെ ജന്മപാപത്തിൻ്റെ കറ കഴുകിയിടുന്നത്. എന്നാൽ ഉദരത്തിൽ എത്തുന്നതിന് മുമ്പ് 2 പേര് ശുദ്ധീകരിക്കപ്പെടുകയും മറ്റൊരു വ്യക്തി ഉദരത്തിൽ വെച്ച് തന്നെ ദൈവിക സന്ദർശനത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലും ദൈവം ശുദ്ധീകരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്. തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു
ശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ഒരു ശുദ്ധീകരണമുണ്ട്. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ രണ്ട് തിരിച്ചറിവുകൾ, ഒന്ന് ദിവ്യകാരുണ്യത്തിലുള്ള ഭക്തിയും മറ്റൊന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്താനുള്ള മധ്യസ്ഥവും ദൈവം നമുക്ക് ഇവരിലൂടെ നൽകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ചരിത്രത്തിലേക്ക് കിടക്കാം. ഈ മാതാവിൻ്റെ ജന്മതിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ചരിത്രം? ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. അത് യാക്കോബിൻ്റെ സുവിശേഷം എന്ന് പറയപ്പെടുന്ന അപ്പോക്രിഫിക്കൽ സുവിശേഷം എന്ന് പറയും. ബൈബിളിൽ ചേർക്കപ്പെടാത്ത ഒരു സുവിശേഷം, അതാണ് യാക്കോബിൻ്റെ അപ്പോക്രിഫിക്കൽ സുവിശേഷം. അത് പരിശുദ്ധ അമ്മയുടെ ജനത്തെക്കുറിച്ച് ആദിമസഭയുടെ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കുമ്പോഴാണ് എങ്ങനെയാണ് മാതാവ് അന്ന പുണ്യവതിയുടെ ഉദരത്തിൽ ജന്മപാപമില്ലാതെ ജനിക്കപ്പെട്ടു, എങ്ങനെയാണ് മാതാവിൻ്റെ ജന്മം എന്നറിയുമ്പോഴാണ് ഈ തിരുനാളിൻ്റെ ആഴം കൂടുതലായിട്ട് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, യാക്കോബിൻ്റെ സുവിശേഷം എന്ന് പറയപ്പെടുന്ന അപ്പോക്രിഫിക്കൽ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിയത്തിൻ്റെ മാതാപിതാക്കളായ അന്നയും യോവാക്കിമും വൃദ്ധരായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. മാതാപിതാക്കളുടെ പേരാണ് അന്ന, യോവാക്കിം. ഇവർക്ക് രണ്ടുപേരും മക്കളുണ്ടായിരുന്നില്ല. വർഷങ്ങൾ കുറേ കാത്തിരുന്നു. കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് വാർദ്ധക്യത്തിൻ്റെ ഭാരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, യോവാക്കിം ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതനായിരുന്നു. ഇതുപോലെ തന്നെ നമുക്കും മറ്റൊരു സംഭവം ബൈബിളിൽ കാണാം. എലിസബത്ത് സക്രിയ, അദ്ദേഹവും ദേവാലയത്തിലെ പുരോഹിതനായിരുന്നു. യോഹന്നാൻ്റെ അപ്പനും അമ്മയും. തീർച്ചയായിട്ടും ഇവരുടെ ജനങ്ങൾ തമ്മിലൊരു ബന്ധം നമുക്ക് ബൈബിളിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ കാണാൻ പറ്റും. അതുപോലെ യോവാക്കിം എന്ന് പറയുന്നവൻ ഒരു പുരോഹിതനായിരുന്നു. കർത്താവിൻ്റെ മഹാദിനത്തിൽ ക്രമമനുസരിച്ച് മറ്റു പുരോഹിതന്മാർ മുൻപേ ദേവാലയത്തിൽ കാഴ്ച സമർപ്പണത്തിന് പോവാം. അപ്പോൾ ദൈവത്തിൻ്റെ മഹാദിനത്തിൽ പുരോഹിതർക്ക് ദേവാലയത്തിൽ കാഴ്ച സമർപ്പണം നടത്താം. അപ്പോൾ ഒരു ക്രമമുണ്ട് അതിന്. എന്നാൽ ഇദ്ദേഹം നേരത്തെ ഓടിച്ചെന്ന് ആദ്യം തന്നെ ഈ ദേവാലയത്തിൽ പോയിട്ട് ഈ കാഴ്ച സമർപ്പണം നടത്താൻ ഓടിച്ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ റൂബൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തടയുന്നുണ്ട്. മറ്റൊരു വ്യക്തിയാണ്, അദ്ദേഹം തടയാണ്. ഇദ്ദേഹത്തെ യോവാക്കിമിനെ തടയുന്നുണ്ട്. കാരണം പറയുന്നത് എങ്ങനെയാണ്? മക്കളില്ലായിരുന്നത് കൊണ്ട് യോവാക്കിം ശപിക്കപ്പെട്ടവനായിട്ട് ആ സമൂഹം കരുതിയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വംശത്തിൽ ആർക്കും മക്കളില്ലാതിരുന്നിട്ടില്ല. അന്ന് കാലത്ത് പാരമ്പര്യത്തിൽ യഹൂദരുടെ ഇടയിൽ മക്കളില്ലാതിരിക്കുന്ന ഒരു ശാപമായിട്ട് കരുതിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ യോവാക്കിമിന് മക്കളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ കാഴ്ച സമർപ്പണത്തിന് ഏറ്റവും നേരത്തെ ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം തടയാണ്. നിന്റെ തലമുറയിൽ ആർക്കും ഇങ്ങനൊരു അവസ്ഥയില്ല, നിനക്കാണ് ഉണ്ടായി. അതുകൊണ്ട് നിന്നിൽ എന്തോ ശാപത്തിൻ്റെ അവസ്ഥയുള്ളതുകൊണ്ടാണ് ദൈവം നിനക്ക് മക്കളെ തരാത്തത്. ഇത് യോവാക്കിമിനെ ഒത്തിരി ദുഃഖിതനാക്കി. അദ്ദേഹം അവിടെ നിന്ന് കരഞ്ഞു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വംശാവലിയിൽ പോയി നോക്കി, അദ്ദേഹത്തിൻ്റെ പൂർവികരെ നോക്കിയപ്പോൾ എല്ലാവർക്കും മക്കളുണ്ട്, എന്നാൽ എനിക്ക് മാത്രം മക്കളില്ല. അദ്ദേഹത്തിന് അത് വളരെ വേദനയായി. അങ്ങനെ തീവ്ര ദുഃഖത്താൽ അദ്ദേഹം യോവാക്കിം മരുഭൂമിയിൽ ഒരു കൂടാരം കെട്ടി ദിവസങ്ങളോളം 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചു. നമുക്ക് ഈ 40 ദിനരാത്രങ്ങളെ യേശുവിൻ്റെ ജീവിതത്തിൽ കാണാം. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈശോയുടെ പാരമ്പര്യത്തിലെ വംശാവലിപ്പെട്ട അമ്മയുടെ അപ്പാവൻ, നമ്മൾ പറഞ്ഞ മുത്തച്ഛൻ എന്ന് പറഞ്ഞ യോവാക്കിമും ഇതുപോലെ മാതാവിന് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചുവെന്ന് യോഹന്നാൻ്റെ ഈ യാക്കോബിൻ്റെ ലേഖനം, അപ്പോക്രിഫിക് ലേഖനത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പോയി ഇദ്ദേഹം മരുഭൂമിയിൽ ഇരുന്ന് ഒത്തിരി 40 ദിവസം കൂടാരമടിച്ച് ദൈവത്തോട് മല്ലടിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദീർഘമായി ആ സമയം തന്നെ അന്ന പുണ്യവതി, മാതാവിൻ്റെ അമ്മയായ അമ്മ വീട്ടിലിരുന്ന് കരഞ്ഞും പ്രാർത്ഥിച്ചു. ഇവർക്കൊരു കുഞ്ഞുങ്ങളെ വേണം. അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചു. ദൈവം അവരിൽ പ്രസാദിക്കുകയാണ്. യോവാക്കിം ഈ 40 ദിനരാത്രങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിൽ വീട്ടിൽ വരുമ്പോൾ അന്ന പുണ്യവതി ഗർഭിണിയായി കാണപ്പെടാണ്. അത് പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായതാണ്. കാരണം അന്ന പുണ്യവതിക്ക് ആ ദിനരാത്രങ്ങളിൽ മാലാഖ അന്ന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, നീ മറിയത്തിന് ജന്മത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകി. ദൈവത്തിൻ്റെ മകന് ജന്മം കൊടുക്കാനുള്ള മകൾ നിങ്ങളിൽ നിന്നാണ് ജനിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ തന്നെ നീയും കൃപാവര പൂർണ്ണതയായിട്ട് നീയും ജന്മം കൊടുക്കുമെന്ന് അന്ന പുണ്യവതിക്ക് അന്ന് മാലാഖ വന്ന് ഇതാണ് മാതാവിനും ഉണ്ടാകുന്നത്. മാതാവിനും മാലാഖ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടാണ് ഈശോയുടെ ജനനം. അങ്ങനെ യോവാക്കിം മരുഭൂമിയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഗർഭവതിയായി കാണപ്പെട്ട മാതാവിനെ പ്രസവിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അന്ന പുണ്യവതി കാണാം. അങ്ങനെ കുഞ്ഞ് ജനിച്ചു. 4 വയസ്സായപ്പോൾ
മറിയത്തെ അവർ ജെറൂസലേം ദേവാലയം സമർപ്പിച്ചു. അന്ന് മാലാഖ അവർക്ക് കൊടുത്ത മുന്നറിയിപ്പായിരുന്നു, ഈ മകൾ ദേവാലയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്, ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ മകളാണ്, ഇവൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണം. അതുകൊണ്ട് ഇവർ ജെറൂസലേം ദേവാലയത്തിൽ സമർപ്പിച്ചു. ഇതേ സമർപ്പണമാണ് മാതാവ് ഈശോയ്ക്ക് നടത്തുന്നത്. സമർപ്പിക്കപ്പെട്ടത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതെല്ലാം സമർപ്പിക്കപ്പെട്ടതാണെന്ന് നമ്മളെ പഠിപ്പിക്കുക. സ്നേഹമുള്ളവരെ, ഇത് ഒരു ചരിത്രമാണ്. മാതാവിൻ്റെ ജന്മ തിരുനാളിനെ കുറിച്ച് പറയുന്ന ഒരു ചരിത്ര സംഭവമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ചരിത്രം കേൾക്കുമ്പോൾ മനസ്സിലാക്കാം, പ്രാർത്ഥനയിലൂടെ ജന്മം കൊണ്ട ഒരു മകൾ, എന്നാൽ ദൈവത്താൽ സ്പർശിക്കപ്പെട്ട ദൈവീക ബീജത്താൽ ജന്മം കൊണ്ടവളാണ് പരിശുദ്ധമ്മ. അതുകൊണ്ടാണ് സഭാചരിത്രത്തിൽ മാതാവിൻ്റെ ജനനം ദൈവത്തിൻ്റെ അമ്മയായി ജനിക്കപ്പെട്ടവൾ എന്നതുകൊണ്ട് അവൾ സ്വർഗത്തിൻ്റെ അമ്മയായിട്ട് പരിഗണിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് മാതാവിൻ്റെ മധ്യസ്ഥം മറ്റു മധ്യസ്ഥങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതും മറ്റു മധ്യസ്ഥങ്ങളാൽ മാതാവ് പിതാവിനാലും പുത്രനാലും പരിശുദ്ധാത്മാവിനാലും അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പഠിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഈ സഭയുടെ ചരിത്രത്തിൻ്റെ ആഴങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാതാവിനെ കുറിച്ച് സഭയിൽ പ്രഘോഷിക്കപ്പെട്ട ഒരു പരിശുദ്ധ പിതാവാണ് നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. മാതാവിനെ കുറിച്ച് ഒത്തിരി ചാക്രിക ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിത്വമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ഒരു മാതാവിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ലേഖനമാണ് രക്ഷകൻ്റെ അമ്മ, റിഡംപ്റ്ററിസ് മാർത്തൈ എന്ന് പറയുന്ന ഒരു ലേഖനം. അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മ, രക്ഷകൻ്റെ അമ്മ. രക്ഷകൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ രക്ഷാകര ചരിത്രത്തിൽ പ്രാധാന്യമുള്ള അമ്മ എന്നുകൂടി അതിനർത്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രക്ഷകൻ്റെ അമ്മ രക്ഷാകര പദ്ധതിയിൽ കൃത്യമായ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. രക്ഷാകര ചരിത്രം യേശു തുടങ്ങുന്നത് മാതാവിലൂടെ, പഠനത്തിലൂടെയാണ്. നമുക്കറിയാം, യേശുവിന് രക്ഷാകര ചരിത്രം പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിൻ്റെ തുടക്കം യേശു ഈ പുതിയ ആകാശവും പുതിയ ഭൂമിക്ക് മുമ്പ് പഴയ ആകാശവും പഴയ ഭൂമിയും പഠിപ്പിക്കുന്നതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ്റെ പതനം, എന്നാൽ അവിടെ ഒരു വാഗ്ദാനത്തെ കൊണ്ടുവരുന്നുണ്ട്. മനുഷ്യൻ തോൽവി അടഞ്ഞ സമയത്ത് ദൈവം അവിടെ ഒരു വാഗ്ദാനം കൊണ്ട്, അതാണ് ഉൽപ്പത്തി 3:15 പറയുന്നത്, നീയും സ്ത്രീയും തമ്മിലും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുളാക്കും, അവൻ നിന്റെ തല തകർക്കും, അവൻ നിന്റെ കുതുകാലി പരിക്കേൽപ്പിക്കും. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി 3:15 പറയുന്ന നീയും സ്ത്രീയും തമ്മിലും, ആ സ്ത്രീയുടെ പേരാണ് പരിശുദ്ധ കന്യകാമറിയം. അപ്പോൾ ഒരു സഭയിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു മധ്യസ്ഥമായ ഒരു വാഗ്ദാനമായിട്ട് ദൈവം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. കാരണം രക്ഷാകര ചരിത്രത്തിൽ മാതാവിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നും കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ മാതാവ് തന്നെയാണ് ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് സഭാ ചരിത്രത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് രക്ഷകൻ്റെ അമ്മ എന്ന് പറഞ്ഞ രക്ഷാകര പദ്ധതിയിൽ കൃത്യമായ ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധമ്മ. അതുകൊണ്ട് തന്നെ സാത്താൻ ഇത് അറിയാം സ്നേഹമുള്ളവരെ. അതുകൊണ്ട് മാതാവിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് പല മതവിഭാഗങ്ങളും മാതാവിനെ വെച്ച് ക്രിസ്തു ഒരു പ്രവാചകനെന്നും മാതാവിനെ കുറിച്ച് പറയുമ്പോൾ മാതാവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. ഇതല്ല പ്രധാനപ്പെട്ടത്. യേശുവിന് വഴിയൊരുക്കാൻ വന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് യേശു. ഈ ലോകത്ത് വരുവാനും യേശുവിൻ്റെ ചരിത്രത്തെ ഇന്നും ലോകത്ത് പഠിപ്പിക്കാനും കഴിവുള്ള വ്യക്തിയിൽ നിന്നാണ് മാതാവിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. യേശുവിനേക്കാൾ പ്രാധാന്യം, അല്ലെങ്കിൽ പിതാവ് പുത്രൻ ത്രിത്വ ദൈവത്തെക്കാൾ പ്രാധാന്യമുള്ളവളാണ് എന്നല്ല പറയുന്നത്. ഇവരുടെ ഈ ആത്മീയ രഹസ്യത്തെ പഠിപ്പിക്കാൻ ദൈവം തന്ന ഒരു മനുഷ്യപുത്രിയായിട്ട് ഈ ലോകത്ത് ജനിച്ച് വിശുദ്ധിയായി ജീവിച്ച് പരിശുദ്ധി എന്ന പരിമളം സ്വന്തമാക്കി എളിമ എന്ന പുണ്യത്തിലൂടെ ആരെയും ശാസിക്കാതെ സ്നേഹമെന്ന ചരിത്രം കൊണ്ട് ജീവിതത്തെ പൂർത്തീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ ഗലാത്യ ലേഖനത്തിലെ 4-ാം അധ്യായം 4 മുതൽ 7 വരെ പൗലോസ് അത് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പൗലോസ് മാതാവിനെ കുറിച്ചല്ല പറയുന്നെങ്കിലും ഇതിൽ മാതാവിൻ്റെ ജീവിതം എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യ 4 മുതൽ 7 വരെ. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ ഈ വാഗ്ദാനം ദൈവം കൊടുക്കുന്നുണ്ടെങ്കിലും, ഈ പതനം ഉണ്ടായ സമയത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും, പിന്നീട് അത് പ്രവാചകന്മാരിലൂടെയും പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, മാതാവിൻ്റെ ഒത്തിരി പ്രതീകങ്ങളെയാണ് ലുത്തിരിക എന്ന പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നത് വാഗ്ദാന പേടകമേ, സ്വർഗത്തിൻ്റെ വാതിലേ, ഉഷകാല നക്ഷത്രമേ, ഇതൊക്കെയും പഴയ നിയമത്തിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രതീകങ്ങളാണ്. പരിശുദ്ധ അമ്മ എങ്ങനെ ഈ ലോകത്ത് യേശു ക്രിസ്തുവിന് ജന്മം കൊടുക്കാൻ ഒരുക്കപ്പെടുന്നുവെന്ന്, ആ ഒരുക്കപ്പെടുന്ന വ്യക്തി ആരാണെന്നും പഠിപ്പിക്കുന്നതാണ്. അതാണ് ദാവീദിൻ്റെ കോട്ട.
നമ്മൾ ചിന്തിക്കുമ്പോൾ സിംബോളിക്കലായിട്ട് ദൈവം വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ വചനം പറയുക, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അപ്പോൾ ദൈവം ഇതെല്ലാം ചെയ്തത് ഒരു സമ്പൂർണത വരുന്ന ഒരു സമയമുണ്ട്. ഒരു പൂർണ്ണതയിലേക്ക് ഒരു വ്യക്തി വരും, ആ വ്യക്തിയിലൂടെ ജനിക്കും. അതിനൊരു കാലഘട്ടമുണ്ട്. ഏതൊരു പ്രവൃത്തിയുടെയും അനുഗ്രഹത്തിന് ഒരു കാലഘട്ടമുണ്ട്. അതാണ് കാലസമ്പൂർണത. ബൈബിളിലെ മനോഹരമായൊരു വാക്കാണ്. നമ്മളെല്ലാം കാത്തിരുന്ന് ഒരു പൂർണ്ണത വരുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ പേരാണ് കാലസമ്പൂർണത. അവിടെ പറയാണ്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. എന്നിട്ട് പറയാം, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. എങ്ങനെയാണ് ഈ കാലസമ്പൂർണത പൂർത്തീകരിച്ചത്? മാതാവിലൂടെ ജന്മം കൊണ്ട യേശുക്രിസ്തു സ്ത്രീയിൽ നിന്ന് അവൻ ജാതനായി. ആ സ്ത്രീയുടെ പേരാണ് പരിശുദ്ധ കന്യക മറിയം. എന്നിട്ട് പറയാണ്, നിയമത്തിന് അധീനനായി ജനിച്ചു. അവൻ ദൈവത്തിൻ്റെ നിയമത്തിന് അധീനനായി ജനിച്ചു. ലോകത്തിൻ്റെ നിയമം ഉണ്ടായിരുന്നൊരു കാലത്ത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെട്ട ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഫിയാത്ത് പറഞ്ഞ പരിശുദ്ധ അമ്മ ദൈവിക നിയമത്തിന് കീഴ്വഴങ്ങിയ ആ അമ്മയിൽ നിന്ന് യേശുക്രിസ്തു ജനിച്ചു. എന്നിട്ട് പറയുക, അങ്ങനെ നമ്മെ പുത്രനാക്കി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനനായി കഴിഞ്ഞവരെ വിമുക്തരായി. പാപത്തിൻ്റെ നിയമത്തിന് അടിമകളായി ജീവിച്ചവർ, ഒരിക്കൽ ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൽ ജീവിച്ചിരുന്ന ആദവും അവ്വയും അവരുടെ തെറ്റുമൂലം ലോകത്തിലേക്ക് പാപം വന്നു. അപ്പോൾ പാപത്തിൻ്റെ നിയമം ഈ ലോകത്തിലേക്ക് കടന്നു. ഈ പാപത്തിൻ്റെ നിയമത്തെ ഇല്ലാതെയാക്കാൻ പരിശുദ്ധ അമ്മയിലൂടെ യേശു വന്നു. അങ്ങനെ യേശു ഒരു നിയമം, സ്നേഹത്തിൻ്റെ നിയമം കൊണ്ട് ജനത്തെ വിമുക്തനാക്കി. പരിശുദ്ധ കുർബാന എന്ന നിയമത്തിലൂടെ അവരെ വിമുക്തരാക്കി. എന്നിട്ട് പറയുക, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പാ എന്ന് വിളിക്കാനുള്ളൊരു കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നൽകുന്നത്. അതുകൊണ്ടാണ് ഈ ആത്മാവിനെ സ്വീകരിച്ച പരിശുദ്ധ കന്യക മറിയം എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇതാ ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അടുത്തിരിക്കുന്നു. അവിടെ പ്രാധാന്യം അമ്മയ്ക്കല്ല, ദൈവത്തിനാണ്. കാരണം അമ്മയുടെ ഉള്ളിലൂടെ ദൈവം എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ആ സാന്നിധ്യം അപ്പോൾ അപ്പാ എന്ന് വിളിക്കുന്ന ആ ഒരു സാന്നിധ്യമാണ് തീർച്ചയായിട്ടും അവിടെ പറയുന്നത്. അതാണ് ജോൺ പോൾ നൺമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ചാക്രിക ലോകനത്തിലൂടെ മാർപ്പാപ്പ പറയുകയാണ്, മാതാവിൻ്റെ സാന്നിധ്യം പലപ്പോഴും സ്വർഗീയ സാന്നിധ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റി. അപ്പാ എന്ന് ദൈവത്തെ വിളിക്കാൻ മാതാവിൻ്റെ സാന്നിധ്യം പലരുടെ ഉദരങ്ങളിലെ യോഹന്നാന് കൃപ ലഭിച്ചുവെങ്കിൽ നമുക്കും ഈ ജന്മ തിരുനാളിൽ ഒരുങ്ങുമ്പോൾ ജോൺ പോൾ നൺമൻ മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്, രക്ഷകന്റെ അമ്മ രക്ഷാകര ചരിത്രത്തിലെ അമ്മയാണെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിലും ഈ അമ്മയ്ക്ക് യേശുവ് ചെയ്തു തീർക്കാനുള്ള ചില പദ്ധതികളുണ്ട്. സ്നേഹമുള്ളവരെ, തുടർന്ന് പറയുകയാണ്, വിളിച്ചു പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഗീതമനുസരിച്ച് അവകാശിയുമാണ്. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ അന്നു മുതൽ ദൈവത്തിൻ്റെ പുത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് സ്വർഗസ്ഥനായ പിതാവെ കഴിഞ്ഞ് 3 നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുന്നതിന് മുമ്പ് തിരുസഭ മാതാവ് ഇങ്ങനെ ഒരു പ്രാർത്ഥന കൂട്ടിച്ചേർത്തുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ കന്യക മറിയമേ, പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ. മാതാവ് ദൈവത്തോട് പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. എന്നാൽ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അവൾ ദാസിയായ നിമിഷം മുതൽ അവൾ മകളായി മാറി എന്നുള്ളതാണ്. അതാണ് ഇവിടെ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, ഇനിമേൽ നീ ദാസിയല്ല, പിന്നെയോ പുത്രിയാണ്. പുത്രിയെങ്കിൽ ദൈവമനുസരിച്ച് നീ അവകാശിയാണ്. പുത്രന് ജന്മം കൊടുക്കാൻ മാതാവ് അവകാശിയായി തീർന്ന ഒരു വലിയ അഭിഷേകത്തിലേക്ക് നമ്മൾ പൗലോസ് ലീഗ ഗലാത്യ ലേഖനത്തിലൂടെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവർ തിരിച്ചറിയുക, നമ്മളും ഇതുപോലെ ദൈവത്തിന് മാമോദീസയിലൂടെ സ്വയം സമർപ്പിക്കുമ്പോൾ തിരിച്ചറിയുക, നമ്മൾ ദാസ്യവേലയല്ല വിശ്വാസത്തിലൂടെ ക്രിസ്തു മതത്തിൽ ചെയ്യുന്നത്. നമ്മൾ മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് സ്വീകരിച്ച് ജീവിക്കേണ്ടത്. അവിടെയാണ് കൃപ കിട്ടുക. രണ്ടാം വത്തിക്കാൻ സൂനകദോസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, ക്രിസ്തു രഹസ്യത്തിൽ മറിയത്തിൻ്റെ ധർമ്മവും സഭയുടെ ജീവിതത്തിൽ അവൾക്കുള്ള സജീവ മാതൃകയും മാണ് അവളുടെ സാന്നിധ്യം. ഒന്നുകൂടിയും പറയാം, രണ്ടാം വത്തിക്കാൻ സൂനകദോസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, ക്രിസ്തു രഹസ്യത്തിൽ മറിയത്തിനുള്ള ധർമ്മം. ക്രിസ്തു രഹസ്യത്തിൽ മറിയത്തിനുള്ള ധർമ്മം, മറിയം ചെയ്തത് ഒരു ധർമ്മമാണ് എന്നിത് ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൗത്യം നിർവഹണം. എന്നിട്ട് പറയുക, സഭയുടെ ജീവിതത്തിൽ അവൾക്ക് സജീവമായ ഒരു മാതൃക സഭയിൽ പരിശുദ്ധമ്മ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ള, എന്താണ് ക്രിസ്തു രഹസ്യത്തിൽ മാതാവ് ചെയ്ത ധർമ്മം? അതിങ്ങനെയാണ് പറയുന്നത്, പിതാവിൻ്റെ സ്നേഹമാണ് ക്രിസ്തു രഹസ്യത്തിലുള്ളത്.
രണ്ടാമത്തത് പുത്രൻ്റെ ദൗത്യമാണുള്ളത്. മൂന്നാമത്തത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. നാലാമതായിട്ട് രക്ഷകന്റെ ജനനമേകിയ സ്ത്രീയുടെ ധർമ്മം. രക്ഷാകര ചരിത്രം 4 കാര്യങ്ങളിലൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് സഭ. അതാണ് കാലത്തിൻ്റെ തികവ് എന്ന് പഠിപ്പിക്കുന്നത്. കാലത്തിൻ്റെ തികവ് എന്ന് സഭ പഠിപ്പിക്കും. ജോൺ പോൾ രണ്ടാമൻ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, പിതാവിൻ്റെ സ്നേഹം ശരിക്കും ഈ ദൗത്യത്തിലുണ്ട്. ക്രിസ്തു രഹസ്യത്തിൽ യേശു ഈ ഭൂമിയിൽ ജനിച്ചതിന് ഒരു കാരണം പിതാവിൻ്റെ സ്നേഹമാണ്. പിതാവിൻ്റെ ആഴമേറിയ അഗാധമായ സ്നേഹമാണ് ജനത്തോടുള്ള, ഈ ലോകത്തോടുള്ള സ്നേഹം. 2, ഈ സ്നേഹം മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ ദൗത്യം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ സംഭവിച്ചു. ഈശോയുടെ കുരിശു മരണത്തിലൂടെ, ഈശോയുടെ പീഡാസഹനത്തിലൂടെ ഈശോ ഈ രക്ഷാകര ദൗത്യം നിർവഹിച്ചു. മൂന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ദാനം. യേശു വന്നു കഴിഞ്ഞ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. അങ്ങനെ സഭ നവീകരിക്കപ്പെട്ടു. ഇതിനെല്ലാം കാരണമായത് ഈ രക്ഷകന് ജന്മമേകിയ സ്ത്രീയുടെ ധർമ്മമായിരുന്നു. കാൽവരി മലയിൽ യേശുവിൻ്റെ കൂടെ ഈ രക്ഷാകര ചരിത്രം പൂർത്തീകരിക്കാനും സഭയുടെ സ്ഥാപനത്തിൽ പെന്തക്കുസ്തയിൽ അവരോടൊപ്പം ഇരുന്ന് 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ച് പെന്തക്കുസ്തയ്ക്കൊരുങ്ങി പരിശുദ്ധാത്മാവിനെ നൽകി ഇന്നും 2ാം വരവിന് വേണ്ടി തൻ്റെ പുരോഹിതരെ ഒരുക്കിക്കൊണ്ടുവരുന്ന അമ്മയുടെ ദൗത്യം, അതൊരു ധർമ്മമായിരുന്നു, ഏൽപ്പിക്കപ്പെട്ട ധർമ്മം. ഇന്ന് പൗരോഹിത്യം, സന്യാസം, കുടുംബജീവിതത്തിലേക്ക് ഒരു ധർമ്മമുണ്ട്. സഭയുടെ മക്കളായി ജീവിക്കാൻ, സഭയുടെ വളർച്ച, യേശുക്രിസ്തു ഇന്ന് ജീവിക്കണം. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിൽ എന്നെയും നിങ്ങളേക്കും സഭ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിയ ലേഖനത്തിലൂടെ ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ നിന്റെ ധർമ്മം സഭയുടെ ഐക്യത്തിന് വേണ്ടി, സഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, സഭയുടെ കൃപയ്ക്ക് വേണ്ടി കാലത്തിൻ്റെ തികവിൽ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക. 2 വചനങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി. മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ദൈവമായിരുന്നു, ദൈവത്തിൻ്റെ വചനമായിരുന്നു. തുടർന്ന് യോഹന്നാൻ 1:14 പറയുക, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വസിച്ചത്, നമ്മുടെ ഇടയിൽ വസിച്ച ക്രിസ്തുവാണ്. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പാം. ഈ ജന്മതിരുനാളിൻ്റെ എല്ലാ കൃപകളും പരിശുദ്ധ അമ്മയെ ജന്മം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചതുപോലെ ജീവിതധർമ്മം പൂർത്തിയാക്കി യേശുവിന് വേണ്ടി സാക്ഷികളാകുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുത്ത ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൻ്റെയും യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരിലും തിരുസഭയിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.